അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറൊരു പാക്കറ്റാണ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നും ഉള്ളത് നിങ്ങളെ കാണിക്കുക, അത് എന്തിനു വേണ്ടിയുള്ളതാണെന്നും നിങ്ങളോട് പറയുക. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മെയിനായിട്ടും അത് വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഹോം എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം, അതായത് ഒരു സിനിമ കാണാനുള്ള അല്ലെങ്കിൽ OTT കണ്ടൻറ്റുകളൊക്കെ കാണാനൊക്കെ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റുകളാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ പ്രോഡക്റ്റ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയൊരു മിനി പ്രൊജക്ടറാണ്. അതായത് നമുക്ക് പോർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയ ക്വാളിറ്റിയുടെ വീഡിയോകളും സിനിമകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഇൻബിൽറ്റ് സ്പീക്കറുള്ള, പവർ ബാങ്കിലും മറ്റും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊജക്ടറാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ മെയിൻ ബോക്സ്. LED പ്രൊജക്ടർ എന്നൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാട്സും പിന്നെ ഏതൊക്കെ ഫയലുകൾ സപ്പോർട്ട് ചെയ്യും എന്നതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു. പിന്നെ TFT LED LCD ഡിസ്പ്ലേ കാര്യങ്ങൾ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു തെർമോക്കോളിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. നമുക്കത് എന്തായാലും തുറന്ന് നോക്കാം. ആ ഒരു തെർമോക്കോൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത്തരം സാധനങ്ങളായിട്ട് അത് കാണാൻ സാധിക്കും. ആ ഒരു സൈഡിലിരിക്കുന്നത് നമ്മുടെ പ്രൊജക്ടറാണ്. അതിനിപ്പുറത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ചാർജറാണ്. 12 വോൾട്ട് 1 ആമ്പിയറിൽ പ്രവർത്തിക്കുന്ന ചാർജറാണ്. റൗണ്ട് നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിലൊക്കെ വരുന്ന സൈസ് ചാർജറാണിത്. റൗണ്ട് പിന്നാണ് ഇതിൽ ഉള്ളത്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് ഒരു കേബിളാണ്. HDMI to HDMI കേബിളാണ് വരുന്നത്. അത് ഏകദേശം ഒരു 1 മീറ്റർ നീളം കാണും. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ഒരു ഓക്സ് കേബിൾ ടു RCA കേബിളാണ്. അതിൽ നമ്മുടെ ഓഡിയോ ഇൻപുട്ടും ഔട്ട്പുട്ടും വീഡിയോ ഇൻപുട്ടൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് റിമോട്ട് കൺട്രോളാണ്. ചെറിയൊരു ഫ്ലാറ്റ് ടൈപ്പ് സ്ലിമ്മായിട്ടിരിക്കുന്ന AAA ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ടാണ്. അപ്പോൾ ഇതായിരിക്കുന്നു നമ്മുടെ പ്രൊജക്ടർ. നമുക്ക് ആ തെർമോക്കോൾ പീസിൽ നിന്ന് പ്രൊജക്ടർ പുറത്തേക്ക് എടുക്കാം. പ്രൊജക്ടറിന് ശേഷം ആ ബോക്സിൽ വരുന്നത് അതിൻ്റെ യൂസർ മാനുവലാണ്. നമ്മളാ ഒരു ഉപകരണം ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ ആ ഒരു ഉപകരണം മേടിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും അതിൻ്റെ യൂസർ ഗൈഡ് ഒന്ന് വായിച്ച് നോക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടത്തുള്ളൂ. അതിൽ കുറേ കാര്യങ്ങൾ ലേബൽ ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി കണക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് യാതൊരു ഐഡിയയും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഇതാ പുറത്തേക്ക് എടുത്തു. അതിൻ്റെ ഇപ്പോൾ ഞാൻ തിരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ലെൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സൈഡിലൊരു സ്പീക്കർ ഗ്രില്ല് പോലത്തെ ഗ്രില്ല് കാണാം. പുറകിലും കുറച്ച് ഗ്രില്ലുകളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ കൂളിംഗ് ഗ്രില്ലുകളൊക്കെയാണ്. പിന്നെ മൈക്രോ SD കാർഡ്, AV കോഡ്, ഹെഡ്ഫോൺ ജാക്ക്, അതുപോലെ തന്നെ 5 വോൾട്ട് പ്രവർത്തിക്കുന്ന പവർ ബാങ്കിനൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു USB മൈക്രോ B ടൈപ്പ് പോർട്ട്. ഇതിൻ്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ DC 12 വോൾട്ട് ചാർജർ, ഓൺ ഓഫ് സ്വിച്ച്, HDMI പോർട്ട്, അതുപോലെ തന്നെ ഒരു USB പോർട്ട്. അതൊക്കെയാണ് അതിൻ്റെ കണക്ടിവിറ്റി ഓപ്ഷനുകൾ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ പവർ ഓഫ് ബട്ടൺ, റിമോട്ട്
ിലുള്ള ഫങ്ഷനുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പ് ഡൗൺ, മെനു, സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ലെൻസ് ആണ് വരുന്നത്. ലെൻസ് അത്യാവശ്യം കുഴപ്പമില്ല, ഒത്തിരി വലുതല്ല ഒത്തിരി ചെറുതുമല്ല, അത്യാവശ്യം നല്ല സാധനം. അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം ഭാഗം ഇങ്ങനെയാണ് കാണുന്നത്. ഇവിടെ ഒരു സ്വർണ്ണ കളറിലൊരു ത്രെഡ് പോലൊരു ഭാഗമുണ്ട്. അത് നമുക്ക് നമ്മുടെ ട്രൈപോഡൊക്കെ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ആ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വേറൊരു പാക്കറ്റാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മൊത്തം മൂന്ന് പാക്കറ്റായിരിക്കും അൺബോക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇതും അൺബോക്സ് ചെയ്യാം. മറ്റൊരു കൂടിയാണ്. ഞാൻ പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചത്. സംഭവം മെറ്റലാണ്. നല്ല അടിപൊളി, നല്ല സ്റ്റൈലിഷ്, നല്ല സ്ട്രോങ് മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പ്രൊജക്ടർ ഇതിലാണ് സെറ്റ് ചെയ്തത്. അതിൻ്റെ കൂടെ 2 ഗ്രിപ്പും സ്ക്രൂവും അവർ കൊടുത്തിട്ടുണ്ട് ഉറപ്പിക്കാനുള്ള. ഞാനിവിടെ ഗ്രിപ്പും സ്ക്രൂവും യൂസ് ചെയ്യുന്നില്ല. ഈ ഹോളിലേക്ക് 2 ആണി അടിച്ച് ഉപയോഗിക്കുകയാണ്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പാക്കറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. അടുത്ത പാക്കറ്റ് ഇതാണ്. വളരെ ചെറിയൊരു പാക്കറ്റാണ്, സിമ്പിളാണ്. പക്ഷേ വില വരുമ്പോൾ അത്ര സിമ്പിളല്ല. വേറെ ഒന്നും ഈ ബോക്സിൽ കാണുന്നില്ല. നമുക്ക് ഇതും മാറ്റാം. ഇത് ഗൂഗിളിൻ്റെ ക്രോംകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണിത്. അതായത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ ടി വിയോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ അതുമായിട്ട് നമ്മുടെ പ്രൊജക്ടറുമായിട്ട് കണക്റ്റ് ആക്കാൻ വേണ്ടി, അതായത് നമ്മുടെ സ്ക്രീനിലുള്ള, നമ്മുടെ ഫോണിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ടി വിയിലുള്ള കാര്യങ്ങൾ സ്ക്രീൻ മിററിംഗ് സംവിധാനം അത് പ്രൊജക്ടറിലേക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വയർലെസ് ആണ്. നമുക്ക് തുറക്കാം. അപ്പോൾ ആദ്യം തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു മൈക്രോ USB to ഒരു USB A ടൈപ്പ്, പിന്നെ വൈഫൈ ആൻറ്റിന ഉള്ളൊരു കോഡ് വയർ കാണാം. അത് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു എനിക്കാസ്റ്റിൻ്റെ ഒരു യൂസർ ഗൈഡ്, പിന്നെ നമ്മുടെ ക്രോംകാസ്റ്റിൻ്റെ HDMI വയർലെസ് വൈഫൈ മോഡ്യൂള്. 8 hours later. അങ്ങനെ അവസാനം ഞാൻ നമ്മുടെ പ്രൊജക്ടർ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഫാനിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒരു DC ഫാൻ ഇത് ചൂടാക്കി കഴിയുമ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുറിയിലൊരു ഭിത്തിയിലേക്ക് അത് വേറെ ഫോണുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ചാനലിൽ തന്നെയുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇലുവിഴ പൂഞ്ചിറയുമായിട്ട് പോയപ്പോഴുള്ള